തിരുവോണം ബമ്പർ ഭാഗ്യശാലി നെട്ടൂർ സ്വദേശി തന്നെ എന്ന് ലോട്ടറി ഏജൻസി ഉടമ ലതീഷ് 24നോട് പറഞ്ഞു. കൊച്ചിയിൽ ഭാര്യ വീടുള്ള നെട്ടൂർ സ്വദേശിക്കാണ് ഒന്നാം സമ്മാനം അടിച്ചതെന്നും തന്റെ സുഹൃത്തിനെ വാട്സാപ്പിൽ ടിക്കറ്റ് കാണിച്ചെന്നും ലതീഷ് പറയുന്നു. നാളെ രാവിലെ 25 കോടി അടിച്ച ഭാഗ്യവാനെ അറിയാനാകും എന്നും ലതീഷ് പറഞ്ഞു. നെട്ടൂരുകാരൻ തന്നെയാണെന്നുള്ള ഏകദേശമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ആളെ മനസ്സിലായിട്ടില്ല എങ്കിലും എൻ്റെ ഒരു ഫ്രണ്ടിന് ടിക്കറ്റ് ഇന്നലെ രാത്രി വാട്സപ്പിൽ കാണിച്ചു കൊടുത്ത്. അത് നെട്ടൂരുകാരനാണ്, കൊച്ചിയിൽ വൈഫ് ഹൗസ് ഉള്ള ഒരാളാണെന്നുള്ളതാണ് ഇപ്പോഴുള്ള അറിവ്. അത് കറക്റ്റുമാണ് ഏകദേശം. നാളെ രാവിലെ നമുക്ക് ആള് തെളിയും, ഉറപ്പാണ്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, അപ്പോൾ കൊച്ചിയിൽ വൈഫ് ഹൗസ് ഉള്ള ആ ഭാഗ്യശാലി ആരാണ്? അഷ്മി, ഭാഗ്യശാലി ആരാണ് സംബന്ധിച്ച് ഇതുവരെ ഒരു വിവരവുമില്ല. എന്തായാലും ലതീഷിന്റെ സുഹൃത്തിനെ ഈ വിവരം ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ടിക്കറ്റ് അടിച്ചയാൾ നാളെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ലതീഷിനെ ഇന്ന് രാവിലെ 7 മണിക്ക് കട തുറന്നു. അതോടൊപ്പം തന്നെ ആളുകളൊക്കെ തന്നെ ലതീഷിനെ തിരക്കി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഭാഗ്യശാലി ഇതുവരെ വന്നിട്ടില്ല. ഇനിയും ഭാഗ്യശാലി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആള് ഭാഗ്യശാലി ഇന്ന ആളെന്നുള്ളത് നമുക്കറിയില്ല. ആ സുഹൃത്ത് പിന്നെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞില്ല. ഭാഗ്യശാലിയാണോ? ഇല്ല. ആ സുഹൃത്ത് പിന്നെ എന്തെങ്കിലും അറിയിച്ചോ? സുഹൃത്തൊന്നും പറഞ്ഞില്ല. അതല്ല, ഈ ആള് വീട്ടിൽ അവരെല്ലാവരും അടച്ചു പോയേക്കണേന്. അപ്പോൾ ഈ അടിച്ചെന്ന് സംശയിക്കുന്ന ആളുടെ വീട് അടച്ചു പോയേക്കണേന്. അപ്പോൾ വ്യക്തമായിട്ട് എനിക്കറിയില്ല. എന്നാലും 12 മണിക്കുള്ളിൽ ആള് പ്രത്യക്ഷപ്പെടും. ഇന്നോ? ഇന്ന് 12 മണിക്ക് ആള് പ്രത്യക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. എൻ്റെ ടിക്കറ്റ് പ്രത്യക്ഷപ്പെടുമെന്ന് സുഹൃത്ത് പറഞ്ഞോ? പറഞ്ഞേക്കണേന്ന് അവർ പറഞ്ഞു. ഞാൻ 2 പേരെ വിട്ടിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്ത് ആരെങ്കിലും മാധ്യമങ്ങളെ കാണുമോ? കാണും. 12 മണിക്കുള്ളിൽ കാണും. അതെന്തായാലും ഒരു പുതിയ വിവരം തന്നെയാണ്. കാരണം ഇന്ന് 12 മണിക്കുള്ളിൽ മാധ്യമങ്ങളെ കാണും. കാരണം അദ്ദേഹം വലിയ തലവേദനയിലാണ്. കാരണം ഈ ലോട്ടറി അടിച്ചത് ആരാണ് സംബന്ധിച്ച് അദ്ദേഹത്തിനും ഇപ്പോൾ ഉറപ്പില്ല. മാത്രമല്ല അത് ആരാണെന്ന് അദ്ദേഹത്തിനും അറിയില്ല. പക്ഷേ മാധ്യമങ്ങളിൽ നിരന്തരം വന്ന് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഭാഗ്യവാൻ ഇന്ന് മാധ്യമങ്ങളെ വന്ന് കണ്ടേക്കുമെന്നാണ് ഇപ്പോൾ ഈ ലോട്ടറി ഏജന്റ് ലതീഷ് പറഞ്ഞിരിക്കുന്നത്. ലോട്ടറി അടിച്ചെന്ന് കരുതുന്ന ആളിപ്പോൾ എന്തായാലും വീട് വിട്ട് അല്ലെങ്കിൽ വീട് അടച്ചുപൂട്ടിയ നിലയിലാണ്. ആ സുഹൃത്ത് മുഖേന ഈ അടിച്ചയാളെ ഇവിടെ എത്തിക്കാനുള്ള ഒരു ശ്രമം ഏജന്റ് ലതീഷ് നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഭാഗ്യവാനെ നമുക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ എന്തായാലും ലതീഷ് പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നെട്ടൂരുകാരൻ തന്നെയായിരിക്കും അടിച്ചിട്ടുണ്ടാവുക. ഇന്ന് രാവിലെ ഞങ്ങൾ നൽകിയ പ്രതികരണത്തിൽ അത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും കൂടുതൽ പ്രതികരണത്തിൽ ലതീഷ് കടക്കും. അങ്ങനെയൊന്നും എനിക്കറിയില്ല. എനിക്ക് കറക്റ്റായിട്ട് ആളെ അറിയില്ല കേട്ടോ. എന്നാലും ഒരു സംശയം. ഇന്ന് 12 മണിക്ക് മുമ്പ് തന്നെ ആ ഭാഗ്യശാലി പ്രത്യക്ഷപ്പെടുമെന്നാണ് ലതീഷേടം പറയുന്നത്. അപ്പോൾ ലതീഷ് സത്യത്തിന് അറിയാം സംഭവം ആരാന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. പിന്നെ അത് പുറത്ത് പറയാതിരിക്കുന്നതാണത്. എന്തോ പുറത്ത് പറയാതെ ചില കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമല്ലോ. പുള്ളി കറക്റ്റായിട്ട് കൃത്യം എവിടെ ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് അവർ വീടടച്ച് പോയേക്കാണ്. അവരുടെ മോളുടെ വീട്ടിലേക്ക് പോയേക്കാണ്. അപ്പോൾ ആള് 12 മണിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഈ സാധനം അവർ ഒഴിവാക്കി തരാമെന്ന് പറയാനുണ്ട്. അപ്പോൾ 12 മണിയാകുമ്പോൾ അവർ നിങ്ങൾ ഒന്ന് ക്ഷമിക്കും. 12 മണിക്ക് ഇങ്ങോട്ട് വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവരാണ് എന്നുള്ള കാര്യം അവർ പറയും. അവർ പറഞ്ഞു 12 മണി വരെ. അപ്പോൾ അവർക്കാണെന്നുള്ളതാണ് തോന്നുന്നത്. ഇവർ 100% പറഞ്ഞാൽ എന്നാലും 90% അവർക്ക് തന്നെയാണ്. കാരണം ടിക്കറ്റ് എടുക്കുന്ന ആളല്ല ഇവിടെ നിന്ന് എടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇവർ ടിക്കറ്റ് എടുക്കുന്ന ആളും അല്ല, ഒരു പാവപ്പെട്ട ആൾക്കാരുണ്ട്. അതെ. അല്ല, എന്തായാലും ഒഴിവാക്കി കിട്ടും അല്ലേ? ഒഴിവാക്കി കിട്ടും. അല്ലല്ല, അവര് അങ്ങനത്തെ അവർ പാവങ്ങളാണ് അവർ. എന്തായാലും അതുവരെ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക. എന്നാ വിടും. ഓക്കെ, താങ്ക് യു. എന്തായാലും ഇപ്പോൾ ആരാണ് എന്ന് സംബന്ധിച്ച് പറയുന്നതിൽ പരിമിതിയുണ്ട്. മാത്രമല്ല അത് ഇദ്ദേഹത്തെ സുഹൃത്ത് പാവങ്ങളാണെന്നറിയാം. അവരുടെ ഭാര്യ വീട് കൊച്ചിയിലാണെന്നറിയാം. അയാളുടെ മകളുടെ വീട് എവിടെയാണെന്നറിയാം. മകളുടെ വീട്ടിൽ പോയാന്നറിയാം. പക്ഷേ ആരാന്ന് ചേട്ടൻ പറയൂല. ഒരു സസ്പെൻസ് തന്നെയാണ് ആഷ്മി ഇപ്പോഴും വെച്ചിരിക്കുന്നത്. കാരണം ഒരു 12 മണി വരെ കാത്തിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു രഹസ്യ സ്വഭാവമാക്കി വെക്കാൻ താല്പര്യം അവർക്കുമില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വഴി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 12 മണിക്ക് മുന്നിൽ ഈ ഒരു തലവേദന ഒഴിവാക്കി തരാമെന്നാണ് ലതീഷേട്ടോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 12 മണിക്ക് മുന്നേ ആ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും നെട്ടൂർ സ്വദേശി തന്നെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ആ നിലയിൽ തന്നെയാണ് അദ്ദേഹവുമായി ഇപ്പോൾ സംസാരിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നെട്ടൂർ സ്വദേശിയാണ്. നാളെ രാവിലെ തന്നെ കാര്യങ്ങൾ ആളാരാണെന്ന് വ്യക്തമാക്കി
വ്യക്തമാവുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അല്പസമയമാണ് അദ്ദേഹം ലതീഷേട്ടൻ വീണ്ടും പറഞ്ഞത് ഇന്ന് 12 മണിക്ക് മുന്നേ തന്നെ അദ്ദേഹം വന്ന് മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ലതീഷേട്ടനുള്ളത്. കാരണം ആ ഒരു ആകാംക്ഷയിൽ ലതീഷേട്ടനുണ്ട്. കാരണം ഈ ഭാഗ്യവാൻ ആരാണെന്ന് അദ്ദേഹത്തിനും നേരിട്ട് അറിയണമല്ലോ. അപ്പോൾ അതിന്റെ ഒരു ആകാംക്ഷയിലാണ് അദ്ദേഹം ഉള്ളത്. എന്തായാലും 12 മണി വരെ കാത്തിരിക്കാം 25 കോടി നേടിയ ആ മഹാഭാഗ്യവാൻ ആരാണെന്ന് അറിയാൻ. ഹാഷ്മി. ഓക്കെ, നിതിൻ അബുജലാണ്. 12 മണി വരെ കാത്തിരിക്കാം. 12 മണി വരെ കാത്തിരിക്കുമ്പോൾ നമുക്ക് ആ ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. അതല്ലാതെ പുള്ളിക്ക് 25 കോടി അടിച്ചുകൊണ്ട് നമുക്ക് വേറെ ആർക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടെന്ന് അറിയില്ല. എന്തായാലും അതൊരു കൗതുകമാണ്. ആരാണ് 25 കോടി അടിച്ച ആ ഭാഗ്യശാലി എന്നറിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.